ലിസി ഹോസ്പിറ്റലിൽ മരിച്ച ഹൃദ്രോഗിയുടെ ഹാർട്ട് അസിസ്റ്റ് ഡിവൈസ് ഊരിയെടുത്തത് എന്തിന്? എറണാകുളം ലിസി ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്ക് പോയ നിരവധി രോഗികൾക്കുണ്ടായ ദുരനുഭവം കഴിഞ്ഞ പല ദിവസങ്ങളിലായി i2 ന്യൂസ് നൽകിയിരുന്നു. ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത് പിറവം സ്വദേശിയായ വാസുദേവൻ നമ്പൂതിരിയുടെ അനുഭവമാണ്. അദ്ദേഹത്തിന്റെ സഹോദരനായ MK രാമൻ നമ്പൂതിരിയെ ലിസി ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ പമ്പിംഗ് കുറവായതിനാൽ പമ്പിംഗ് സുഗമമാക്കുവാൻ ഹാർട്ട് അസിസ്റ്റ് ഡിവൈസ് വെക്കണമെന്നും പറയുകയുണ്ടായി. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം 10 ലക്ഷത്തിലധികം രൂപ നൽകി അവർ അത് വെച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് രോഗിക്ക് വീണ്ടും ഹൃദ്രോഗബാധയുണ്ടായി. അവർ വീണ്ടും ലിസി ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ എത്തി 2-ാം ദിവസം രോഗി മരിക്കുന്നു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമ്പോൾ ആശുപത്രി അധികൃതർ വളരെ വിചിത്രമായ ഒരു കാര്യം പറയുകയുണ്ടായി. രാമൻ നമ്പൂതിരിയുടെ ഹാർട്ട് അസിസ്റ്റ് ഡിവൈസ് ഞങ്ങൾ ഊരിയെടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് മൃതദേഹം ചിതയിൽ വെക്കുമ്പോൾ ബാറ്ററി പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായാണ് ഞങ്ങൾ അത് ഊരിയെടുത്തത് എന്ന്. ബന്ധുമിത്രാദികൾ കൂടപ്പുറപ്പ് മരിച്ചു കിടക്കുന്ന ദുഃഖത്തിൽ ഇതൊന്നും അത്ര ആലോചിച്ചില്ല അന്ന്. ഇപ്പോൾ i2 ന്യൂസ് പുറത്തുവിടുന്ന തട്ടിപ്പുകൾ കണ്ടാണ് അവർ ഞങ്ങളെ ഈ കാര്യം വിളിച്ച് വെളിപ്പെടുത്തിയത്. ഇനി നമുക്ക് രാമൻ നമ്പൂതിരിയുടെ സഹോദരൻ വാസുദേവൻ നമ്പൂതിരിയുടെ വാക്കുകൾ കേൾക്കാം. വാസുദേവൻ, എവിടുന്നാ വിളിക്കുന്നേ? ഞാനിപ്പോ ചെന്നൈയിലാണ്. എന്റെ അനിയന് ഒരു ഓപ്പറേഷൻ നടന്നു. അവരെ ഈ ഹൃദയത്തിന്റെ 4 അറകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന അന്ന് HSG എന്നോ HGS എന്നോ എന്തോ ഒരു പേരെന്നോട് പറഞ്ഞു. 10 ലക്ഷം രൂപയാണ് അവരെന്നോട് മേടിച്ചത്. അതില് ആ ഇൻസ്ട്രുമെന്റിന്റെ വില 4 ലക്ഷം രൂപയാണെന്ന് മേടിച്ചത്. 4 ലക്ഷം, പിന്നെ പ്രൊസീജിയറും മരുന്നും അവിടെ കിടക്കണതിന്റെ എല്ലാം കൂടിയാണ് 6 ലക്ഷം രൂപ. അവര് പറഞ്ഞത് അതൊരു ബാറ്ററിയാണ്, ബാറ്ററി സിസ്റ്റം ആണ്. ആ ബാറ്ററി 7 വർഷം. പേസ് മേക്കർ ആണോ? പേസ് മേക്കർ എന്ന് പറയുന്നില്ല, അതിന്റെ തന്നെ വേറൊരു പേസ് മേക്കർ. അവര് പറഞ്ഞത് ഒരറ പ്രവർത്തിപ്പിക്കാനാണ് സാധാരണ ഉപയോഗിക്കാറ്. ഇത് അതിന്റെ 4 അറയ്ക്കും സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള. അപ്പോ പറഞ്ഞത് 7 വർഷം വർക്ക് ചെയ്യുന്നാണ് പറഞ്ഞത്. എന്റെ അനിയൻ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോ മരിച്ചു. വയ്യാണ്ടായപ്പോ വീണ്ടും ലിസി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവര് മരിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹിന്ദുക്കളാണല്ലോ, ബോഡി ദഹിപ്പിക്കുകയല്ലേ ചെയ്യുക, അപ്പൊ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ ബാറ്ററി തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. നമ്മുടെ ആളുകൾ മരിക്കുന്നു, പിന്നെ ഇതുമായിട്ട് അപ്പം നമ്മൾ ഒന്നും ആലോചിച്ചൊന്നുമില്ല, അവര് പറഞ്ഞത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചു. ഞങ്ങൾ പോന്നു. പിന്നീട് ആലോചിച്ചപ്പോ എനിക്ക് 2 ഡൗട്ടാണ്. ഒന്ന്, ഒരു ബാറ്ററി പൊട്ടിത്തെറിച്ചാൽ എന്താ സംഭവിക്കുക, അതൊന്ന്. പിന്നെ 4 ലക്ഷം രൂപയുടെ ഈ ബാറ്ററി അവർ തിരിച്ചെടുത്തു. എന്റെ അനിയന് വച്ചിരുന്നത് ഇതുപോലെ മേടിച്ച ബാറ്ററിയാണോ എന്ന് ഞാൻ എങ്ങനെ അറിയാൻ പറ്റുക? ഇപ്പൊ അവര് തിരിച്ചെടുത്തു. 4 ലക്ഷം രൂപയുടെ ബാറ്ററി അവര് തിരിച്ചെടുത്തു. ഇപ്പം ബാറ്ററി മാത്രമാണോ, ഡിവൈസ് മുഴുവനാണോ എടുത്തത്? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ആ ഡിവൈസ് മുഴുവൻ എടുത്തെന്ന് അവര് പറഞ്ഞു. ഡിവൈസ് മുഴുവൻ എന്ന് പറഞ്ഞാൽ അതൊരു ബാറ്ററിയും അതിനോട് കണക്ട് ചെയ്യുന്ന എന്തോ 4 വയറോ എന്തോ ആണ് ഉള്ളത്. അപ്പോ ഇതിലൊരു ചെറിയ ഡൗട്ട് ഇല്ലേ? എന്തിനാണ് അവരെടുക്കുന്നത്? അവര് തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. 4 ലക്ഷം രൂപയാണ് അതിന് വില. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് അതല്ല സംശയം. 7 കൊല്ലം ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ അനിയൻ 1.5 കൊല്ലം ജീവിച്ചുള്ളൂ. എങ്ങനെയാണ് മരിച്ചത്? അത് വർക്ക് ചെയ്യാണ്ടായി. കാർഡിയാക് ഇഷ്യൂ തന്നെ വന്നാണോ പുള്ളി മരിച്ചത്? കാർഡിയാക് ഇഷ്യൂ വന്ന് തന്നെയാണ് മരിച്ചത്. ഹോസ്പിറ്റലിൽ കിടന്നാണോ ഇദ്ദേഹം മരിച്ചത്? ആണ്, ലിസി ഹോസ്പിറ്റലിൽ കിടന്നാണ് മരിച്ചത്. ആശുപത്രി കൊണ്ടുപോകാൻ കാരണം ഇതുപോലെ ചെസ്റ്റ് പെയിൻ വന്നോ? ചെസ്റ്റ് പെയിൻ വന്നപ്പോ കൊണ്ടുപോയോ? ചെസ്റ്റ് പെയിനും ആകെ എന്താ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് മുഴുവൻ വർക്ക് ചെയ്യാതെ 25% 30% വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിവറും കിഡ്നിയും എല്ലാം കുറേശ്ശെ വർക്ക് ചെയ്യാണ്ടാവുമല്ലോ. അങ്ങനെ തീരെ സുഖമില്ലാണ്ടായി കൊണ്ടുപോയതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് എത്ര ദിവസം കഴിഞ്ഞാൽ മരിക്കുന്ന പുള്ളി? പുള്ളി ഇപ്പോ ആദ്യം ഞങ്ങള് ലോക്കൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ കാര്യമില്ല, ലിസിയിലേക്ക് തന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ ലിസിയിൽ കൊണ്ടുപോവാണ് തന്നെ അവരൊരു നല്ല ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വീണ്ടും 1.5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും റെഫർ ചെയ്തതാണ് ഈ ലിസിയിലേക്ക്. അപ്പൊ ഞങ്ങൾ ലിസിയിലേക്ക് കൊണ്ടുപോയി. ലിസി പോയി 2-ാം ദിവസം മരിച്ചു. നമ്മളിപ്പം ICUയിൽ കിടക്കുന്നു, നമ്മൾ പുറത്തിരിക്കുന്നു. ആദ്യം അവർ പറഞ്ഞു മരിക്കാറായി, ബന്ധുക്കളെ അറിയിച്ചോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞു. അതിനൊന്നും ഇഷ്യൂ ഇല്ല, അതൊക്കെ നോർമലായിരിക്കും എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന് അവരൊരു കാരണം പറഞ്ഞത്, നിങ്ങൾ ഹിന്ദുക്കളാണ്, അപ്പോൾ
ഈ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും ഞങ്ങള് ഒന്നും അതത്ര ഇതായിട്ടെടുത്തില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടിത്തെറി ഉണ്ടാക്കാനാണ് ഒന്നാമത്തെ ഡൗട്ട്. രണ്ടാമത്തെ ഡൗട്ട്, എന്റെ അനിയന് ഇതുപോലെ ഒരു പഴയ ബാറ്ററി ആണോ വച്ചിരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പൊ ആള് മരിച്ചു പോയല്ലോ, 10 ലക്ഷം രൂപയും പോയി. കാരണം ആള് കുറച്ച് ഇത് ഞങ്ങൾ ചെയ്യാൻ പോണ കുറച്ച് സീരിയസ് ഓപ്പറേഷൻ ആണെന്നും ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ 1.5 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു. അന്നൊന്നും സംഭവിച്ചൊന്നുമില്ല. പുള്ളി ശരിക്ക് തന്നെയാണ് വീട്ടിലേക്ക് പോയത്. ഈ സാധനം വെച്ച ശേഷം പുള്ളിക്ക് നടക്കാനും സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാനും എല്ലാം നോർമൽ ലൈഫ് ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 1.5 കൊല്ലം. പേഷ്യന്റിന്റെ പേരെന്തായിരുന്നു? MK രാമൻ നമ്പൂതിരി. എവിടെ സ്ഥലം എവിടെയായിരുന്നു? പറവം. ഏത് ഡോക്ടറെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? അത് പത്മശ്രീ ഒക്കെ കിട്ടിയ ആളുടെ അണ്ടറിലാണ്. ഹൃദ്രോഗ ചികിത്സാ മേഖലയിലെ വലിയൊരു തട്ടിപ്പ് പുറത്തെത്തിക്കുവാൻ ഞങ്ങളെ ഇദ്ദേഹത്തിൻ്റെ ഈ ഫോൺ കോൾ സഹായിച്ചു. രോഗികൾക്കോ അവരുടെ വീട്ടുകാർക്ക് പോലുമോ ഈ ഉപകരണം എന്താണെന്ന് അറിവില്ല. വലിയ വിലയുള്ള ഒരു ഉപകരണം എന്ന് മാത്രം അറിയാം. ഈ ഉപകരണത്തെക്കുറിച്ച് ഞാനൊന്ന് ചെറുതായി വിശദമാക്കാം. എന്താണ് ഹാർട്ട് അസിസ്റ്റ് ഡിവൈസ്? ഹൃദയം ദുർബലമായ രോഗികളിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും രക്തപ്രവാഹത്തെയും പിന്തുണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ പമ്പാണ് ഹാർട്ട് അസിസ്റ്റ് ഉപകരണം, അല്ലെങ്കിൽ വെൻട്രിക്കുലേഷൻ അസിസ്റ്റ് ഉപകരണം. ഹൃദയത്തിൻ്റെ പമ്പിംഗ് പ്രവർത്തനത്തെ താൽക്കാലികമായി സഹായിക്കുവാൻ കഴിയുന്ന മനുഷ്യനിർമ്മിത പമ്പാണ് മെക്കാനിക്കൽ അസിസ്റ്റ് ഉപകരണം. ഒരു പരിധിവരെ ഇതിനെ കൃത്രിമ ഹൃദയങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. ഇവ പല തരത്തിലുള്ളതും പല ആവശ്യത്തിനുള്ളതും ഉണ്ട്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. രക്തചംക്രമണം നിലനിർത്തുവാൻ ഈ മെക്കാനിക്കൽ അസിസ്റ്റ് ഉപകരണം ഉപയോഗിക്കുന്നു. മെക്കാനിക്കൽ അസിസ്റ്റ് ഉപകരണങ്ങൾ പലതരമുണ്ട്. ഇൻട്രോ അയോട്ടിക് ബലൂൺ പമ്പ് അഥവാ IABP, ഇൻട്രോ അയോട്ടിക് ബലൂൺ കൗണ്ടർ പൾസേഷൻ അഥവാ IABC അല്ലെങ്കിൽ ബലൂൺ പമ്പ് എന്നും ഇത് അറിയപ്പെടുന്നു. ഇത് രക്തപ്രവാഹത്തെ സഹായിക്കുന്നതിനും ഹൃദയത്തിൻ്റെ ജോലിഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അതുപോലെ ഈ ഉപകരണം ഒരു നിശ്ചിത നിരക്കിൽ ഹൃദയത്തെ വീർപ്പിക്കുകയും ഡിഫ്ലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബലൂണാണ്. ഇത് സാധാരണയായി 10 ദിവസത്തിൽ താഴെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നതിനാൽ ഇതിനെ അക്യൂട്ട് സപ്പോർട്ട് എന്നും വിളിക്കാറുണ്ട്. ഇനി ഏതു തരത്തിലുള്ള രോഗികൾക്കാണ് ഇത് ചുരുങ്ങിയ കാലയളവിലേക്ക് വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1. അടുത്തയിടെ ഹൃദയാഘാതം ഉണ്ടായവർ. 2. ഹൃദയവീക്കം അഥവാ അക്യൂട്ട് മയോകാർഡിറ്റിസ് ഉള്ളവർക്ക്. 3. ഓപ്പൺ ഹാർട്ട് സർജറിക്ക് ശേഷം കാർഡിയോ പൾമണറി ബൈപ്പാസിൽ നിന്ന് പമ്പിംഗ് ബുദ്ധിമുട്ട് ഉള്ളവർക്ക്. 4. ഹൃദയം മാറ്റിവെക്കുന്നതിനുള്ള ദാതാവിൻ്റെ ഹൃദയം ലഭ്യമാകുന്നതുവരെ. 5. ഹൃദയത്തിൻ്റെ പ്രവർത്തനം വീണ്ടെടുക്കുന്നതുവരെ. 6. ട്രാൻസ്പ്ലാന്റിനുള്ള സാധ്യതയില്ലാത്ത അവസാന ഘട്ടത്തിലുള്ള ഹൃദയസ്തംഭന സാധ്യതയുള്ള രോഗികളിൽ അവസാനഘട്ട തെറാപ്പി എന്ന നിലയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ ഡിവൈസിന് 10-15 ലക്ഷമോ അതിന് മുകളിലോ ആണ് വില. വലിയ ലാഭമാണ് ആശുപത്രിക്ക് ഈ ഡിവൈസ് കച്ചവടത്തിലൂടെ കിട്ടുന്നത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത്, ഈ ഡിവൈസുകൾ ഘടിപ്പിച്ച രോഗികളെ ആശുപത്രിയിൽ എത്തിച്ച് ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുമ്പോൾ ആശുപത്രി അധികൃതർ രഹസ്യമായി ഇത് ഊരിയെടുക്കാറുണ്ട്. ഊരിയെടുക്കുന്ന ഈ ഡിവൈസ് അടുത്ത രോഗിക്ക് ലക്ഷങ്ങൾ മേടിച്ച് വീണ്ടും വെക്കാറുമുണ്ട്. അതിൽ പലരും ആയുസ്സെത്താതെ മരിക്കുന്നു. ഇതൊന്നും പുറം ലോകം അറിയാറില്ല. കോടികളാണ് പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് ഇത്തരത്തിൽ തട്ടിയെടുക്കുന്നത്. സർക്കാർ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. ഇത്തരം ചൂഷണങ്ങൾ തടയുവാനുള്ള നടപടികളും സ്വീകരിക്കണം. ഞങ്ങളുടെ ഈ അന്വേഷണത്തെ സാധൂകരിക്കുന്ന രീതിയിലാണ് ലിസി ആശുപത്രിയിലെ PRO രാജേഷ് ഞങ്ങളോട് സംസാരിച്ചത്. രാമൻ നമ്പൂതിരിയുടെ വിഷയം ഞങ്ങൾ അന്വേഷിക്കുവാൻ വിളിച്ചപ്പോൾ PRO രാജേഷിന്റെ പ്രതികരണം കേൾക്കുക. വെൽക്കം ടു ലിസി ഹോസ്പിറ്റൽ. ലിസി ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. മലയാളത്തിനായി 1 അമർത്തുക. ഫോർ ഇംഗ്ലീഷ് പ്രസ് 2. ഹലോ ഹലോ, ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്നെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ PROയെയോ അല്ലെ പബ്ലിക് റിലേഷൻ മാനേജറെയോ അല്ലെ ആ സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തരാം. ഹോൾഡ് ചെയ്യണേ. സാർ, കാർഡിയോളജിയിലെ PRO ലൈനിലുണ്ട്. ഞാൻ അവരെ കണക്ട് ചെയ്യാം കേട്ടോ. ഹോൾഡ് ചെയ്യൂ. ഓക്കെ. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഞാൻ സുനിൽ മാത്യു, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഇതാരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ PRO ആണേ.
PRO കാർഡിയോളജിയിലാണോ? കാർഡിയോളജി. ആ, ഞാൻ വിളിച്ചത് 2-3 കാര്യമുണ്ട്. ഒന്ന്, എനിക്ക് ഫസ്റ്റ് അറിയേണ്ടത് ഒരു രാമൻ നമ്പൂതിരി പേഷ്യന്റ് അവിടെ കാർഡിയാക് ഇഷ്യൂ ആയിട്ട് വന്ന് അവിടെ ഒരു ഹാർട്ട് അസിസ്റ്റ് ഡിവൈസ് ഘടിപ്പിച്ച ഒരു പേഷ്യന്റ് ആയിരുന്നു. ഈ പേഷ്യന്റ് മരിച്ചു. അന്നേരം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ആ ഹാർട്ട് ഡിവൈസിന് ഓൾമോസ്റ്റ് 10 lakh rupees ഒരു സ്പെൻഡ് ചെയ്ത് മേടിച്ച പേഷ്യന്റിന്റെ കൺസേൺ ഇല്ലാതെ അവര് ആ ഡിവൈസ് മരിച്ചു കഴിഞ്ഞപ്പം ഡിവൈസ് വെച്ച് പോയി. പിന്നീട് അതിനുശേഷം ചെക്കപ്പിനൊക്കെ ഫോളോ അപ്പിന് വരുമായിരുന്നു. പിന്നീട് പേഷ്യന്റിന്റെ ഒരു കൊളാപ്സ് ആയപ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടാണ് ഡെത്ത് സംഭവിച്ചത്. എന്നിട്ട് പേഷ്യന്റിന്റെയോ വീട്ടുകാരുടെയോ കൺസേൺ ഇല്ലാതെ ആ ഡിവൈസ് ഇവർ മാറ്റി. അന്നേരം അത് എന്തിനാണ് മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ചിതയിൽ വെച്ച് കഴിയുമ്പോൾ ഈ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, പൊട്ടിത്തെറിച്ച് അപകടം സംഭവിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞു. അവരുടെ ആ പേഷ്യന്റിന്റെ സംശയം എന്ന് പറയുന്നത്, ഒന്ന് ആ പേഷ്യന്റിനും വെച്ച് പിടിപ്പിച്ച് ഇതുപോലെ ഏതെങ്കിലും മരിച്ചുപോയ ആളുടെ ശരീരത്തിൽ നിന്നും എടുത്ത ഇത് റീയൂസബിൾ ആണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ പഠനത്തിൽ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ അതിന് 10 വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുമെന്ന് പറഞ്ഞാണ് ആ കമ്മിറ്റ്മെന്റിലാണ് അവർ ഈ ഡിവൈസ് ഉപയോഗിച്ചത്. 2ാമത്തെ വർഷം പേഷ്യന്റ് മരിച്ചു. അന്നേരം അവർ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ പേഷ്യന്റിന്റെ ഏതെങ്കിലും ഡെത്ത് ആയ ഒരു പേഷ്യന്റിന്റെ ഡിവൈസ് ആയിരിക്കണം അത് ഉപയോഗിച്ചത്. അത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തൊന്നും പറഞ്ഞിട്ടൊരു ഇത് കിട്ടിയിട്ടില്ല എന്നാണ് ആ പേഷ്യന്റ് പരാതി. നമുക്ക് അറിയേണ്ടതാണ്, ഒന്ന്, ഇതേപോലെ പേഷ്യന്റ് പേയ്മെന്റ് കൊടുത്ത് പർച്ചേസ് ചെയ്ത സാധനം പേഷ്യന്റിന്റെ കൺസേൺ ഇല്ലാതെ എങ്ങനെ ഈ ഡിവൈസ് മാറ്റുന്നു? ഈ മാറ്റുന്നത് ഹോസ്പിറ്റൽ അറിഞ്ഞുകൊണ്ടാണോ അതോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജിയിലെ ഡോക്ടർമാർ ചേർന്നാണോ ഇത് മാറ്റുന്നത്? ഇത് റീയൂസ് ചെയ്യാറുണ്ടോ? ദിസ് അവർ ക്വസ്റ്റ്യൻ. എനിക്കത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. നോർമലി നമ്മൾ ഇവരോടെല്ലാം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവരോട് നമ്മൾ റിട്ടേൺ ആയിട്ട് വാങ്ങിച്ചിട്ടാണ് അത് ഇവിടെ സൂക്ഷിക്കുന്നത്. വേറെ ഏതെങ്കിലും പേഷ്യന്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അത് ഇവരെ അറിയിച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുള്ളൂ. നമ്മൾ അതിന് പേയ്മെന്റ് മേടിക്കില്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കുള്ളൂ. ഇവരുടെ കൺസെന്റോടുകൂടി തന്നെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കേട്ടോ. അങ്ങനെ എത്രത്തോളം നമ്മൾ സാധാരണ ഇതിൽ യൂസ് ചെയ്യാറുണ്ട്? ഇതുപോലെ റീയൂസ് ചെയ്തിട്ടുണ്ട് അവിടെ? എനിക്ക് രാമൻ നമ്പൂതിരിയെ ഞാനൊന്ന് വിളിക്കട്ടെ. രാമൻ നമ്പൂതിരി മരിച്ചിട്ട് ഞാനൊന്ന് വിളിക്കട്ടെ കേട്ടോ. പിന്നെ അതുകൂടാതെ ഞങ്ങൾ അവിടുത്തെ കാർഡിയോളജി റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായ രോഗികളുടെ ഞങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ പലതവണ വിളിച്ചിട്ടും ആരും നമ്മളെ റെസ്പോണ്ട് ചെയ്തില്ല. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി വിളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എടുക്കാൻ കൂട്ടാക്കുന്നില്ല, അല്ലെ തിരിച്ചു വിളിക്കുന്നു പറഞ്ഞ് പല പ്രാവശ്യം വിളിച്ചു. ഇതുവരെ നമ്മളോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, അതും തെറ്റായ അഡ്രസ്സിൽ. അതിന് പർപ്പസ്ഫുള്ളി നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലായി. പക്ഷേ അവിടുന്ന് പോയ പേഷ്യന്റുകൾക്ക് പക്ഷെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അന്നേരം അത് വക്കീൽ നോട്ടീസ് അയക്കണേ കൃത്യമായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ ഞങ്ങളുടെ ഇതിൽ തന്നെ ഞങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ അയക്കാൻ ശ്രമിക്കാൻ റിക്വസ്റ്റ് ഉണ്ട്. ഈ ഡിവൈസ് എടുത്തു മാറ്റിയതിനു ശേഷമാണ് ആശുപത്രി അധികൃതർ തങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്ന് വാസുദേവൻ നമ്പൂതിരി ഇന്നും ആവർത്തിച്ചു. ഞങ്ങൾ ഫുൾ 10 lakh കൊടുത്താണ് ഇത് ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് പുതിയതാണോ വച്ചേക്കണെന്ന് ഇപ്പൊ അറിയില്ലല്ലോ. നമ്മളുടെ ഇന്ന് റിട്ടേൺ ആയിട്ട് കൺസേൺ മേടിച്ചിരുന്നു കുമാരെ? ഇല്ല, അവര് പാക്ക് ചെയ്ത് നമുക്ക് തരാണല്ലോ, നമ്മള് ഒന്നും കാണുന്നില്ലല്ലോ. അവസാനം പാക്ക് ചെയ്ത് തരുമല്ലേ. നമ്മളോട് ഇങ്ങോട്ട് പറയുകയായിരുന്നു അതോ നമ്മൾ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഡിവൈസ് എടുത്തു? അല്ല, അവരിങ്ങോട്ട് പറയായിരുന്നു. ഞങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിക്കണില്ല. അവര് പറഞ്ഞു നിങ്ങളുടെ വച്ചിരിക്കുന്ന ഡിവൈസ് ഞങ്ങൾ ഊരിയെടുത്തു, കാരണം നിങ്ങൾ ചെതയിൽ വെക്കാണല്ലോ, അപ്പൊ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. അതുവരെ നമുക്ക് ഇതിനെ കുറിച്ച് അവെയർ ഇല്ലായിരുന്നു. ഇവര് ഇത് ഊരിയെന്നോ ഒന്നും ഊരി എടുക്കുന്നോ ഒന്നും അറിയില്ല. അതായത് ഇത് ഊരി എടുത്തു കഴിഞ്ഞ് നമുക്കറിയേണ്ടതാണ്. ഊരി എടുത്തു കഴിഞ്ഞിട്ടാണോ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്? ഊരി എടുത്തു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അതല്ലാതെ നമ്മളോട് ആദ്യമേ നമ്മുടെ കൺസേൺ ചോദിച്ചില്ല, ഊരി എടുക്കാൻ പോവാണ്, നിങ്ങളുടെ റിട്ടേൺ പെർമിഷൻ വേണം, ഒന്നും പറഞ്ഞില്ല? ഇല്ല, ഒന്നുമില്ല. ഹൃദ്രോഗികളും അവരുടെ വീട്ടുകാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം തട്ടിപ്പുകൾ, ഇത്തരം ദുരനുഭവം ഉണ്ടായവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇനിയും രോഗികൾ ഇത്തരത്തിൽ ഇവിടെ ചതിക്കപ്പെടരുത്. കഴിഞ്ഞ ദിവസം തങ്ങൾക്കുണ്ടായ ദുരനുഭവം ITV ന്യൂസുമായി പങ്കുവച്ചവർക്കും ITV ന്യൂസിനുമെതിരെ ലിസി ആശുപത്രി 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയക്കുകയുണ്ടായി. ITV ന്യൂസിന് വക്കീൽ നോട്ടീസ് കിട്ടരുത് എന്ന ലക്ഷ്യത്തോടെ ഞങ്ങളുടെ തെറ്റായ ഒരു അഡ്രസ്സിലാണ് ഞങ്ങൾക്കുള്ള ലെറ്റർ അവർ അയച്ചത്. ഈ വക്കീൽ നോട്ടീസുകൾ കണ്ടാൽ ഞങ്ങൾ പെടുക്കും എന്ന് കരുതിയായിരിക്കും ഒരുപക്ഷെ അവർ ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചത്. ആ വക്കീൽ നോട്ടീസിന് ഞങ്ങൾ മറുപടി കൊടുക്കും. നിയമപരമായി തന്നെ ഞങ്ങൾ ഇതിനെ നേരിടുകയും ചെയ്യും. അതുപോലെ ലിസി ആശുപത്രിയുടെ തട്ടിപ്പിനിരയായവർ ഇതുവരെ കോമ്പൻസേഷന് കേസ് ഫയൽ ചെയ്തിരുന്നില്ല. ഇനി അവർ കോമ്പൻസേഷനുള്ള നിയമ നടപടികളും ആരംഭിക്കുവാൻ പോവുകയാണ്. ഇന്നൊഴികെ ഞങ്ങൾ പലതവണ ലിസി ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അറിയുവാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും ഫോൺ എടുക്കുമെങ്കിലും ബന്ധപ്പെട്ടവർക്ക് നൽകുകയോ അവർ തിരിച്ചു വിളിക്കുകയോ മറുപടി തരികയോ ചെയ്തിട്ടില്ല. അതുപോലെ ക്യാൻസർ സെന്റർ നടത്തുന്ന ബിൽഡിംഗ് അൺഓതറൈസ്ഡ് ബിൽഡിംഗ് എന്ന കാറ്റഗറിയിലാണ് ഇപ്പോഴും കിടക്കുന്നത്. സർക്കാർ പുറമ്പോക്ക് കയ്യേറിയാണ് ഇവർ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഫയർ NOC ഇവരുടെ ഒരു ബിൽഡിങ്ങിനും ഇല്ല. ഫയർ NOC ഇല്ലാതെ ഇവർക്ക് എങ്ങനെയാണ്
പല അക്രഡിറ്റേഷനുകളും സാങ്ഷനുകളും പെർമിഷനും കിട്ടിയത് എന്ന് അന്വേഷിക്കണം. അതുപോലെ സെറ്റ് ബാക്ക് ഇല്ല, പലതും കാർ പാർക്കിങ്ങിനായും മറ്റും കെട്ടിയടച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ വയലേഷനുകൾ നടത്തിയിട്ട് എങ്ങനെയാണ് ഈ ആശുപത്രി പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ആരോഗ്യവകുപ്പ് മറുപടി പറയണം. ലിസി ആശുപത്രിയുടെ സകല അഴിമതികളും തരികടകളും ഞങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും. വക്കീൽ നോട്ടീസ് അയച്ചു വിരട്ടിയ സ്ഥിതിക്ക് ഇനി നിയമപരമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.